ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ നല്ല തണുപ്പൊക്കെ ആയി വരുന്നേ. ഇന്ന് ഞായറാഴ്ചയെ ഞാനും സാബുജിയും കൂടി ഇങ്ങനെ ലഞ്ചിന് എന്തുണ്ടാക്കും എന്ന് ചിന്തിച്ചപ്പം എന്നാൽ പിന്നെ ഒരു ഇംഗ്ലീഷ് ചിക്കൻ കാസറോൾ ആയാലോ, ആ കൂടെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ചിക്കൻ കാസറോൾ എന്ന് പറയുമ്പോഴേ നമ്മുടെ വെജിറ്റബിൾസ് ഏത് നമുക്ക് അവൈലബിൾ ആണെങ്കിലും അതെല്ലാം കൂടെ ഇട്ടിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ഒറ്റ പോട്ടിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് വേറെ ഒന്നും വേണ്ട, സൈഡൊന്നും വേണ്ട. വെജിറ്റബിൾസ് എല്ലാം ഇതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് തന്നെ അതങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ആൾക്കാർ ഈ തണുപ്പൊക്കെ ആകുമ്പോൾ ബീഫ് കാസറോള്, ചിക്കൻ കാസറോള് ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാവേ. അതിനായിട്ട് ഒരു സ്മോൾ ചിക്കൻ ചെറിയ പീസായിട്ട്, പിന്നെ കുറച്ച് പൊട്ടാറ്റോ ഇങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തത്, 2 ക്യാരറ്റും സ്ലൈസാക്കിയത്, 2 സ്മോൾ സൈസ് ഒനിയൻ അരിഞ്ഞത്, 250 ഗ്രാം ബട്ടൺ മഷ്റൂം സ്ലൈസ് ആക്കിയത്. പിന്നെ ഞങ്ങൾ കുക്ക് ചെയ്യാൻ നേരം കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം ഇടും കേട്ടോ. കുറച്ച് സ്പിനച്ച്, കുറച്ച് കയ്യില്, കുറച്ചധികം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ബ്ലാക്ക് പെപ്പർ പൊടിച്ചത്, മിക്സ്ഡ് ഹെർബ്സ് എന്തും ഇടാം. ദില്ല്, തൈമ്, റോസ്മെരി, അങ്ങനെയുള്ള ഏത് ഹെർബ്സും ഇടാം. സാധാരണ ഇത് സ്ലോ കുക്കറിലോ ഓവനിലോ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് സമയം എടുക്കും. നമ്മൾ ജോലിക്കൊക്കെ പോകാൻ നേരം സ്ലോ കുക്കറിൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് പോകും. വരുമ്പോഴത്തേക്കും ഇത് റെഡി ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ഓവനിൽ കുറച്ചധികം സമയം വെച്ചിട്ട് മെല്ലെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മളിത് വളരെ ഈസി ആയിട്ട് നമ്മൾ അടുപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത്. ആദ്യം ചൂടായ പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക. മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ, ആവശ്യത്തിന് ഉപ്പ്, ഒന്ന് നല്ലതുപോലെ ഇളക്കി ഇതിൻ്റെ കളറൊന്ന് മാറുന്നത് വരെ ഇളക്കിയെടുക്കാം. ചിക്കൻ അവിടെ ആകുന്ന സമയം കൊണ്ട് പൊട്ടാറ്റോ ഒന്ന് പെട്ടെന്നായി വരാനും ക്രിസ്പി ആയിട്ടിരിക്കാനും വേണ്ടി ഒരു എളുപ്പപ്പണി, എയർ ഫ്രയറിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇട്ടിട്ട് കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ച് എയർ ഫ്രയറിലേക്ക് വെക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഉള്ളി 2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ക്യാരറ്റ്, മഷ്റൂം. സാധാരണ ഇംഗ്ലീഷ് രീതിയിൽ ഉണ്ടാക്കാൻ നേരം ഇതിൻ്റെ അകത്തോട്ട് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചിട്ടാണ് ഇത് വേകാൻ വേണ്ടി അടച്ചു വെക്കുന്നത്. നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഒന്നും ഉപയോഗിക്കുന്നില്ല, നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിലെ വെള്ളം ഇറങ്ങി തന്നെ അത് വെന്തോളും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെജിറ്റബിളിൽ നിന്നും ചിക്കനിൽ നിന്നും ഒക്കെയുള്ള വെള്ളം ഇറങ്ങി നല്ലതുപോലെ വരുന്നുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഇരുന്ന് വെന്തോളും. 20 മിനിറ്റ് വെച്ചു. നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ഏകദേശം വെന്തു. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പിനച്ച് ആഡ് ചെയ്യാം. കൂടെ കയ്യിലും ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് അത് നല്ലതുപോലെ വെന്തോളും. പൊടിച്ചു വെച്ചിരിക്കുന്ന പെപ്പർ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് മിക്സ്ഡ് ഹെർബ്സ് ആണ് ഇടുന്നത്. 1 ടേബിൾ സ്പൂൺ മൈദക്കകത്തോട്ട് വെള്ളം ചേർത്ത് നല്ലതുപോലെ ലൂസായിട്ട് കലക്കിയെടുത്തതാണ്. ഇളക്കാം. കാസറോളിന് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് മൈദ ആഡ് ചെയ്യുന്നത് കേട്ടോ. കോൺഫ്ലോർ വേണേലും ആഡ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ ക്രീം, ഡബിൾ ക്രീമാണ് എടുത്തിരിക്കുന്നത്. കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതൊരു സേവിങ് ബൗളിലേക്ക് മാറ്റാം. റോസ്റ്റ് ചെയ്തു വന്ന പൊട്ടാറ്റോ സ്ലൈസസ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കാസറോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് വെജിറ്റബിൾസ് വെച്ചും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. വളരെ ഹെൽത്തിയാണ്, ലോ കാർബോഹൈഡ്രേറ്റ് ആണ്. അതേപോലെ എല്ലാ വെജിറ്റബിളും ഒരുമിച്ച് ഉള്ളിൽ ചെല്ലുകയും ചെയ്യും.
ചിക്കൻ കറിയൊക്കെ മാത്രം ഉണ്ടാക്കി കഴിച്ച് മടുത്ത നമ്മളുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു വിഭവം. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം.